എന്തുകൊണ്ടാണ് ഒരു നാടില്ലാതാവുമ്പോൾ, യുദ്ധത്തിന്റെ പേരിൽ ഒരുപാട് മനുഷ്യരില്ലാതാവുമ്പോൾ അവരെ സ്വതന്ത്രരാക്കുന്നതിനെതിരായിട്ട്, യുദ്ധം അവസാനിക്കുന്നതിനെതിരായിട്ട് ഒരു കൂട്ടം ആളുകൾ നിലനിൽക്കുന്നത്? സൈക്കോളജിക്കലി നമുക്കൊന്ന് നോക്കാം. ഔട്ട് ഗ്രൂപ്പ് ബയാസ്. അവർ നമ്മിൽപ്പെട്ടവരല്ല എന്ന കാഴ്ചപ്പാടാണ്. അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അവരുടെ രാജ്യം മറ്റൊന്നാണെന്നുള്ളത്, അവരുടെ മതം, അവരുടെ കാഴ്ചപ്പാട്, അവരുടെ നിറം എന്നതിന്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കാം അവരെ മറ്റൊരു ഗ്രൂപ്പായിട്ട് കാണുന്നത്. ചിലവരിൽ ഡീഹ്യൂമനൈസേഷൻ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. മുന്നിൽ നിൽക്കുന്നവര് അത് അമ്മയാണോ, കുഞ്ഞാണോ, വൃദ്ധരാണോ എന്നൊന്നും നോക്കാതെ അവരെ ഇല്ലാതാക്കാൻ, അവരെ ആക്രമിക്കാൻ അവർക്ക് തോന്നും. പലപ്പോഴും ചിലപ്പോൾ ഇതിന് കാരണമാവുന്നത് അവരെ ഇന്നർ കോൺഫ്ലിക്റ്റ് ആയിരിക്കും. അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങള്, അവരുടെ സങ്കടങ്ങള്, അവരനുഭവിക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് അവര് ശ്രമിക്കുന്നത് മറ്റുള്ളവരെ ആക്രമിച്ചുകൊണ്ടും മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കണ്ടുകൊണ്ടുമായിരിക്കും. മറ്റൊന്നാണ് പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത്. പ്രചരിപ്പിക്കുക. പാതി സത്യങ്ങളെ പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ ഇല്ലാ കഥകളെ പ്രചരിപ്പിക്കുക. പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നത് സിനിമകളിലൂടെ ആവാം, മീഡിയ വഴി ആവാം, പല പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ മുന്നിൽ വെച്ചുകൊണ്ടോ സെലിബ്രിറ്റീസിനെ മുന്നിൽ വെച്ചുകൊണ്ടോ ആയിരിക്കാം അവർ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത്. നമ്മൾ പോലും അറിയാതെ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് മാറുന്നു. നമ്മുടെ ഉള്ളിലും ഒരു അസ് വേഴ്സസ് ദം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഫോം ചെയ്യാൻ തുടങ്ങും. നമ്മളും അവരും എന്നുള്ളത്, അവരില്ലാതാവണം എന്നുള്ളതും അവർ നിലനിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതൊക്കെ നമുക്കും പലപ്പോഴും തോന്നി തുടങ്ങും. ചില പേരുകൾ വെച്ചിട്ട് ഒരു സമൂഹത്തെ പൂർണ്ണമായിട്ടും അങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങും. അവർ അങ്ങനെയാണ്, അവരെല്ലാവരും അങ്ങനെയാണ് എന്ന രീതിയിൽ അതിനെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ പോലും അറിയാതെ അവരോട് ഒരു റിവെഞ്ച്, ഒരു വെറുപ്പും കാര്യങ്ങളും നമ്മളിൽ തന്നെ ഉണ്ടാവും. ഒരു വലിയ ജിനോസൈഡിന്റെ ഭാഗമായിട്ട് നമ്മളും മാറും. ഈ വീഡിയോ ആരെയും കുറ്റപ്പെടുത്താനുള്ളതൊന്നല്ല, മറിച്ച് നമ്മളെടുത്ത തീരുമാനങ്ങളെ ഒന്ന് പുനഃപരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്.